ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോട്ടോയിലുള്ള ഒരു ഇമേജ് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ സ്റ്റോറി ഇടാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്ന ടൈം നിങ്ങളുടെ ഫോട്ടോ വളരെ ചെറുതായിട്ട് കുറേ പോർഷൻസ് കട്ട് ചെയ്തോ അല്ലെങ്കിൽ വളരെ ചെറിയ ഫോട്ടോ ആണെങ്കിൽ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോറി ഇടാവുന്ന അല്ലെങ്കിൽ ഏത് റേഷ്യോയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിച്ച് വെറും 1 മിനിറ്റ് താഴെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ചാനൽ ഇതിന് മുമ്പ് പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷനാണ്. മൈറ്റു എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കാര്യങ്ങൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പാൻഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും താഴെയായിട്ട്. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് പ്രൊപ്പോഷണൽ കാണാം. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് ഫ്രീ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഫ്രീ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ആസ്പെക്ട് റേഷ്യോസ് ഉണ്ടല്ലോ, 9:16, 1:1 അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റോറി ഇടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 9:16 ആണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുന്നത്. അവിടെ താഴെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്യാം. ഒരു ദിവസം 3 പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ഉണ്ട്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് പോലും എടുക്കില്ല. ആണ് പെട്ടെന്ന് തന്നെ വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങളത് സ്റ്റാർട്ട് കൊടുത്താൽ പ്രോസസ്സിംഗ് ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ആ ഒരു പ്രോസസ്സിംഗ് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആവും. പിന്നെയും നോക്കാം 3 പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ 100 ആയി കാണാൻ പറ്റും ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. താഴത്തെ ഇൻ്റർലോക്ക് ആയാലും മുകളിലത്തെ വാളായാലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് വെച്ച് ചെയ്താണെന്ന് പോലും മനസ്സിലാത്ത രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി മുകളിലായിട്ട് സേവ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗാലറിയിലോട്ട് നിങ്ങളുടെ ഫോട്ടോ സേവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സേവ് ക്ലിക്ക് ചെയ്ത് കാണാം. സേവ് ടു ആൽബം എന്ന് പറയും. ഒരു ആഡ് വരും. ജസ്റ്റ് ആ ഒരു ആഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗാലറിയിലോട്ട് ഫോട്ടോ സേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആസ്പെക്ട് റേഷ്യോയിൽ നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങൾ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനത്തെ ടിപ്സിനും ട്രിക്സിനും വേണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.